ഗുഡ് മോർണിംഗ് പ്രാഗ്. അങ്ങനെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് പ്രാഗിൽ. അപ്പോൾ ഇന്നും ചെറിയ പ്ലാനൊക്കെ ഉണ്ട്. ഇന്നലെ കാണാൻ പറ്റാത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് പോയി കാണാനാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് ലൊക്കേഷനിൽ ഏകദേശം ഞങ്ങൾ എത്തിയാണ്. ഒരു ഡാൻസിങ് ഹൗസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഒരു എന്താ പറയുക, ഒരു വേറെ തന്നെ ഒരു ഷേപ്പിലുള്ളൊരു ബിൽഡിങ്. അപ്പോൾ ഒന്ന് അവിടെയാണ് ഫസ്റ്റ് പോകാൻ വിചാരിക്കുന്നത്. എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. പിന്നെ ഇന്നും ഒരു മൂടി ക്ലൈമറ്റാണ്. സൂര്യൻ ഇങ്ങോട്ട് പുറത്തേക്ക് വന്നില്ല. അത്യാവശ്യം തണുപ്പും ഉണ്ട് കേട്ടോ. ഇന്നലത്തെ അതേപോലെ തന്നെ ജാക്കറ്റൊന്നും ഇല്ലാണ്ട് പറ്റൂല. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വെതർ. എന്തായാലും കാണാനുള്ളതൊക്കെ കണ്ടിട്ട് ബാക്കി നോക്കണം. പിന്നെ ഇന്ന് വൈകുന്നേരം ഒരു ഫിലിമൊക്കെ കാണാൻ പോകുന്നുണ്ട്. നമ്മൾ ഏകദേശം ആ ഡാൻസിങ് ഹൗസിൻ്റെ അവിടെ എത്തി. ഇതാണ് സംഭവം. ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. അങ്ങനെ ജസ്റ്റ് വന്നേ ഉള്ളൂ. എന്തായാലും ഒരു ഡിഫറെൻ്റ് ആർക്കിടെക്ചർ. ഇത് മനാഫ ആർക്കിടെക്ചറോട് പണി വാളിയതാണെന്ന് എനിക്ക് സംശയമുണ്ട്. എന്നിട്ടൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ആക്കിയതാ വരും. അതെ, ഒരു പില്ലർ വളഞ്ഞപ്പോൾ ബാക്കിയൊക്കെ വളച്ചായിരിക്കും. സൂര്യൻ ഏകദേശം വന്നു തുടങ്ങുന്നുണ്ട്. വെളിച്ചം വന്നാൽ മതിയായിരുന്നു. ഇതാണ് ഗായ്സ് ഇന്നത്തെ ഫസ്റ്റ് ലൊക്കേഷൻ. അതേതായാലും കണ്ട് ഇനി മെല്ലെ വിടട്ടെ അടുത്ത ലൊക്കേഷൻ, ഡാൻസിങ് ഹൗസ്. പിന്നെ അങ്ങോട്ടൊക്കെ നൈസാട്ടോ. അതിൻ്റെ സറൗണ്ടിങ്സ് ഒക്കെ അടിപൊളിയാണ്. അവിടെ കുറേ കിടിലം ബിൽഡിങ്. പിന്നെ ഇവിടെ പിന്നെ ഇത് വേറെ ഒരു ബ്രിഡ്ജായത്. ട്രാമൊക്കെ പറക്കുക. ഇന്ന് ഏകദേശം നല്ല വെതറാണെന്ന് എനിക്ക് തോന്നണേ. അവിടെയൊക്കെ സൂര്യൻ വന്ന് തുടങ്ങുന്നുണ്ട്. നന്നായാൽ മതിയായിരുന്നു. ഇവിടെയൊക്കെ ഓരോ ഡാം സെറ്റപ്പ് കേട്ടോ. പിന്നെ ഇതൊക്കെ കുറേ ഒരു വിൻറ്റേജ് ബോട്ടുകളാണ്. ഈ ഏരിയ ഒക്കെ നൈസ്. ആർക്കിടെക്ചറൊക്കെ കണ്ടില്ലേ, പൊളി. ഇതിപ്പോൾ ആ റോഡ് ക്രോസ് ചെയ്തപ്പോൾ ഉള്ള അതിൻ്റെ വ്യൂ ആണ്. ഒരു വെറൈറ്റി ബിൽഡിങ്. ഓഷേ അങ്ങോട്ടൊക്കെ നൈസാണ്. അങ്ങനെ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ഈ ഡാൻസിങ് ഹൗസിൻ്റെ അടുത്ത് നിന്ന് മെല്ലെ പോവാണ്. കാരണം ഇവിടെ ഈ റിവർ വരുന്നതുകൊണ്ട് നല്ല കാറ്റ്, തണുത്ത ഐസായി. പിന്നെ ഇവിടുത്തെ ഈ ബിൽഡിങ്ങൊക്കെ കാണാൻ നല്ല ഭംഗി കേട്ടോ. അടുത്തെത്തിയപ്പോൾ അതിൻ്റെ ഭംഗി കാണുന്നത്. ഇത്രയും കോരിത്തരിക്കുന്ന ഐസിലും അതെ കരുത്തനായ ഒരാളടക്കം നോക്കിയാൽ അതെ, ആകെ അടിച്ച് കിണ്ടിയാന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് കഫ്ക ഹെഡ് എന്ന് പറഞ്ഞൊരു ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു മോണമെൻറ്റ് പോലത്തെ ഒരു സെറ്റപ്പാണ്. അതിൻ്റെ ഹെഡ് ഇങ്ങനെ കറങ്ങും. ഞാൻ എടുത്തുമ്പോൾ കാണിച്ചു തരാം അതിൻ്റെ വീഡിയോ. ഈ കഫ്ക എന്ന് പറയുന്നത് ഫ്രാൻസ് കഫ്ക, അങ്ങനെ മൂപ്പരെ ഫുൾ നെയിം. പിന്നെ മൂപ്പര് ഇവിടെ ജനിച്ച ഒരു റൈറ്ററാണ്, ഭയങ്കര ഫേമസാണ്. അങ്ങനെ ഞങ്ങളിന്ന് ഈവനിങ് മൂപ്പരൊരു പടത്തിനും പോകുന്നുണ്ട്. മൂപ്പരൊരു ഡോക്യുമെൻ്ററി അല്ലടാ, ഒരു ബയോപിക്. അതെ, ആ ഒരു മൂവിക്ക് ഞങ്ങൾ ഇവിടെ പോകുന്നുണ്ട്. ഏതായാലും പ്രാഗിലൊക്കെ വന്ന് മൂപ്പരൊരു സിനിമ ഇവിടെ കുറച്ചായിട്ടല്ലോ റിലീസായിട്ട്. മെനിയാന്ന് റിലീസായതാ. 2 ദിവസമായി. അപ്പോൾ അത് ഇന്ന് തന്നെ ഞങ്ങൾ പോയി കാണും. എന്തായാലും അതിൻ്റെ ഷുവറൊക്കെ ഞാൻ പറയാം. ഇനിയിപ്പോൾ എന്തായാലും മൂപ്പര കഫ്ക ഹെഡ് അത് കാണാൻ പോവാണ്. എൻ്റെ ഈ ഫ്രണ്ടിൽ കാണാനാണ് ഇവിടുത്തെ നാഷണൽ തിയേറ്റർ. ഇന്നലെ ഞാനത് കാണിച്ചു തന്നായിരുന്നു, മറ്റേ ആ കുന്നിൻ്റെ മുകളിൽ നിന്ന്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തൂടെയാണ് പോകുന്നത്, കഫ്ക ഹെഡിൻ്റെ അടുത്തേക്ക്. പിന്നെ താഴെ കുറേ കനാലുകൾ, പിന്നെ റിവർ അപ്പുറ സൈഡിൽ കൂടെ, ആ മെയിൻ റിവർ. ഇതൊരു ചെറിയ കനാൽ തന്നെ, ചെറിയ കുറേ ബ്രിഡ്ജസൊക്കെ ആയിട്ട്. ആ തിയേറ്ററും കാണാൻ നല്ല ഭംഗിയുണ്ട്. ലെമ്പോ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് കാണാൻ ഒരു സൂപ്പർ കാർ. അവിടെ മുകളിൽ കാണാനാണ് ആ കാസിലും കത്തീഡ്രലും. നമ്മൾ ഇന്നലെ പോയതാണ്. അതെവിടുന്ന് നല്ല വ്യൂ ആണ്, നല്ല ഹൈറ്റിലാണ് അത് സാധനമുള്ളത്. ഇത് അതേപോലെ വേറൊരു ബ്രിഡ്ജ്, ചാൾസ് ബ്രിഡ്ജ്, ഇത് അപ്പുറമാണ്. പിന്നെ ഇത് അതേപോലെ തന്നെ, പക്ഷെ അത്ര ലോങ് അല്ല ഇത്. നല്ല രസമുണ്ട് ഇത് ഇവിടെ കാണാൻ. ഞാനിത് ഒന്ന് ബാക്കോട്ട് നിന്ന ഈ തിയേറ്റർ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ നടന്നു വന്ന വഴിയാണ്. അപ്പോൾ അതിലൂടെ അടിപൊളി കേട്ടോ. അതേപോലെ ഞങ്ങൾക്കൊരു അടിപൊളി ടോയ്ലറ്റ് കാണിച്ചു തരാം. പക്ഷെ അത് ക്ലോസ് ആണെന്ന് തോന്നുന്നു. ഏതാ ലൊക്കേഷൻ നോക്കണം. പൊളി. അവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല രസമാണ് ജംഗ്ഷൻ. ഞങ്ങളിപ്പോൾ നടന്നു വന്ന വഴിയാണ്. ആ തിയേറ്ററിൻ്റെ ഒരു സൈഡും പൊളി. ട്രാമും ഇങ്ങനെ പോകുന്നതാണ്. ഈ ഫുട്പാത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് വേറൊരു കാഴ്ച ഉണ്ട്. ഒരു ചുമരമ്മൽ പൂമ്പാറ്റ വറക്കുന്ന കണ്ടാണോ? ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഒരു ഫ്ലൈറ്റ് പോലെ ഉണ്ട് സംഭവം. പക്ഷെ ചിറക് ഇങ്ങനെ അനങ്ങുന്നുണ്ട്. അത്
മോട്ടർ വെച്ചിട്ട്. പക്ഷെ നല്ല രസമുണ്ട് ഇങ്ങനെ കാണാനാടാ. അടിപൊളി, ഒരു വെറൈറ്റി. അതേപോലെ ഇവിടുത്തെ ഷോപ്പും സെറ്റ്. ഒരു പെയിൻറ്റിങ് നൈസായി. ഒരു പൂമ്പാറ്റല്ല, 2 ഉണ്ട് ബട്ടർഫ്ലൈ. അതൊരു വെറൈറ്റി ആയിട്ടാ സെറ്റ്. ഇതെന്തോ ഒരു മോളാണോടാ ഇത്? എന്തോ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണെന്ന് തോന്നുന്നു. മാജ്. എന്തായാലും ഇത് പൊളിയായി. അങ്ങനെ ഞങ്ങൾ ആ ലൊക്കേഷനിൽ എത്തി ഗായ്സ്. പക്ഷേ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നില്ലല്ലോ. അതാ ഇതിൻ്റെ ഉള്ളിൽ കാണുന്നതാണ് കഫ്ക ഹെഡ്. ഇത് ഏതോ ഒരു സമയമാകുമ്പോൾ തോന്നുന്നു റൊട്ടേറ്റ് ചെയ്യും. എടാ ഏതോ മണിക്കൂറിലെങ്ങാനാണ് അത് റൊട്ടേറ്റ് ചെയ്യുക? ഒന്നും അറിയില്ല ഗായ്സ്. എന്തായാലും നോക്കട്ടെ. ഞാൻ വെച്ച് കുറച്ച് നല്ല വിജനമായ സ്ഥലത്തായിരിക്കും ഇതെന്ന്. അത് കുറേ റെസ്റ്റോറൻറ്റിൻ്റെയൊക്കെ നടുക്കായിട്ട്. ഇതാണ് ആ കഫ്ക ഹെഡ്. ഇതൊരു ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസാണ് ഇവിടുത്തെ. ഇതെപ്പോഴാണ് തിരിയുക? ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും മൊത്തത്തിൽ, ഓരോ പാർട്ടായിട്ട്. ഇതാണ് ഇയാളുടെ ഫേസ്. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഓരോ മണിക്കൂറിൽ, ഇതിപ്പോൾ 9 മണിയാണെങ്കിൽ 9 മണി മുതൽ 9:15 വരെ ഒരു 15 മിനിറ്റ് കറങ്ങും. പണ്ട് ഐഫിൽ ടവറൊക്കെ പോലെ വെച്ചാൽ ഓരോ മണിക്കൂറിൽ ആദ്യത്തെ 5 മിനിറ്റ് ഐഫിൽ ടവർ, ഇത് 15 മിനിറ്റ്. ഇപ്പോൾ ഏകദേശം 1 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഇത് കറങ്ങും. കറക്റ്റ് ടൈമിന് അവിടെ എത്തിയ ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഓടി വരുന്നുണ്ട് വീഡിയോ എടുക്കാൻ. ഇതാ റൊട്ടേറ്റ് ചെയ്ത് ഗൈസ്. ഇതെങ്ങനെ താഴെ നിന്ന് ഇങ്ങനെ മുകൾ വരെ ഇങ്ങനെ തിരിയും. അയാളുടെ ഫേസ് എനിക്കൊന്ന് 4 സൈഡിക്കും ഫേസ് ആവുന്നു. അതപ്പോൾ ഈ സൈഡായി. അതായത് മൊത്തത്തിലും കറങ്ങുന്നുണ്ട് കേട്ടോ. എല്ലാ പാർട്ടും ഒരുമിച്ചും കറങ്ങുന്നുണ്ട്. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങുന്നുണ്ട്. മുകളിൽ നിന്ന് താഴത്തു നിന്ന് നടക്കുന്നു. അങ്ങനെ ഇതും കുറേ നേരം നോക്കി നിന്ന് മതിയായി. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് കറങ്ങണം, അത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അടുത്ത ലൊക്കേഷൻ തപ്പി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ലൊക്കേഷൻ ഏതായിരുന്നു? ഇൻഫിനിറ്റി ബുക്ക് ടവർ. അതെന്ന് വെച്ചാൽ ഒരു ലൈബ്രറിയിൽ ഇങ്ങനെ ബുക്ക് ഇങ്ങനെ അട്ടിക്കിട്ടിട്ട് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തതാണ്. അതും ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. അതും കൂടി ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. എനിക്കിപ്പോൾ ഈ പ്രാഗിൽ വന്നതിന് ശേഷം ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ യൂറോപ്പിൽ തന്നെ അത്യാവശ്യം നല്ല ഓൾഡ് ടൗൺ ഉള്ള, അടിപൊളി ഓൾഡ് ടൗൺ ഉള്ള ഇവിടെ കേട്ടോ. കാരണം അത്യാവശ്യം നല്ല ഇതുണ്ട്, പിന്നെ ഏരിയയിലുണ്ട്. പിന്നെ എല്ലാം അടിപൊളിയോ, കുറേ സ്ക്വയറുകളായിട്ടും ഡിഫറെൻറ്റ് ബിൽഡിംഗ് ആയിട്ടും. അതേപോലെ എന്നാൽ പിന്നെ ഇവിടെ സ്വീഡനിൽ പോയെന്നായിരുന്നു, അവിടെ ഓൾഡ് ടൗൺ നൈസായിരുന്നു. ഇത് അതുക്കും മേലെ നല്ല ഇഷ്ടപ്പെട്ട്. ഞങ്ങൾ ഏകദേശം ലൈബ്രറീൻ്റെ അടുത്ത് എത്തിയാണ്. ഒന്ന് ഉള്ളിൽ കയറി നോക്കട്ടെ. ഇതിപ്പോൾ ഒരു സ്ക്വയർ എത്തി. അവിടെ ഒരു ബിൽഡിങ്, അതേപോലെ ഇവിടെ ഒക്കെ അടിപൊളിയാണ് സെറ്റ്. ഇതാണ് ക്ലെമൻറ്റീനിയം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഓൾഡ് ലൈബ്രറിയാണ്. പക്ഷേ ഇവിടുത്തെ ടിക്കറ്റൊക്കെ സോൾഡ് ഔട്ടാണ്. അതായത് ഇതിൽ കയറാനുള്ള വരിയാണ്. പക്ഷേ ഇതിൻ്റെ ടിക്കറ്റ് ഓൺലൈനിൽ 1 മാസത്തേക്ക് വരെ ബുക്കിങ്ങാണ്. അത്രയ്ക്ക് അടിപൊളി. അതിൻ്റെ ഉള്ളിൽ കുറേ ഫോട്ടോസൊക്കെ കണ്ടപ്പം എന്തായാലും അൺഫോർച്ചുനേറ്റ്ലി ഇത് നമുക്ക് കാണാൻ പറ്റിയില്ല. അതായത് ഇതിൻ്റെ ഉള്ളിൽ ചെറുതും വലുതുമായിട്ട് കുറേ ചർച്ചുകളും ഉണ്ട്. പിന്നെ നല്ല കുറേ ബിൽഡിങ്ങുകൾ, ഷോപ്പുകൾ. അതുകൊണ്ട് ഈ ജംഗ്ഷനൊക്കെ ഏതാ അടിപൊളി. പക്ഷേ ഓൾഡ് ടൗൺ ഒരു രക്ഷയില്ല. ഇത് മൊത്തം ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ തീരുമില്ല, അത്രയ്ക്കും ഉണ്ട്. ഇത് നമ്മൾ ഓരോ എന്താ പറയുക ഇടവഴിയും ചെന്ന് ചാടുന്ന വേറെ കുറേ സ്ട്രീറ്റിലാണ്. നൈസാണ്. വേണ്ട, ഇതാണത് ഇൻഫിനിറ്റി ബുക്ക് ടവർ. ഇതിൻ്റെ ഉള്ളിലാണ്, ഈ ലൈബ്രറിയിലാണ്. പക്ഷെ 10 മണി ആയാലേ തുറക്കുള്ളൂ. 10 മണിയാവാൻ വെയിറ്റ് ചെയ്യുക. അങ്ങനെ കുറേ കാത്തിരിപ്പിന് ശേഷം 10 മണിയായി. നല്ല ക്യൂ ഉണ്ട് അങ്ങോട്ട് കയറാൻ. ഇതാണ് ആ ലൈബ്രറി. ഫ്രീ ടിക്കറ്റാണ്, അല്ല ഫ്രീ എൻട്രി ആണ്. പിന്നെ നല്ല വരി വന്നു. എന്തായാലും നോക്കാം ഉള്ളിൽ കയറിയിട്ട്. ഇത് കുറേ നേരം ഇവിടെ വരിക്കുന്നത്. ഇതാണ് സംഭവം, ഇൻഫിനിറ്റി ബുക്ക്
ഒരു ബുക്ക് കൊണ്ട് കുറേ അങ്ങനെ അട്ടിക്ക് വെച്ചതാണ്. നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മളിതാ ഈ ബുക്കിൻ്റെ അടുത്ത് എത്തി. കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കട്ടെ. ഇത് ഇൻഫിനിറ്റി ബുക്ക് ടവർ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൽ വരെ ഉള്ളിലൊരു മിറർ സെറ്റ് ചെയ്തതാണ്. കണ്ടാ, അതങ്ങേ അറ്റം വരെ ഉണ്ട്. അതാണ്. അങ്ങനെ ഞങ്ങൾ ആ ഇൻഫിനിറ്റി ബുക്കിൻ്റെ അടുത്ത് നിന്ന് അടുത്ത ലൊക്കേഷനായ ചാൾസ് ബ്രിഡ്ജിലോട്ട് പോയിക്കൊണ്ട് നിൽക്കുക. ഈ ബ്രിഡ്ജിൻ്റെ അപ്പുറത്താണ്. അതായത് ഇതിപ്പോൾ ഒരു ജംഗ്ഷനാണ്. അതായത് ജംഗ്ഷനൊക്കെ എന്താ രസം എന്നറിയാമോ? അടിപൊളി ബിൽഡിങ്ങുകളൊക്കെ ഒരു രക്ഷയില്ല. എന്താ വിൻറ്റേജ് കുറേ വണ്ടികളും. അതായത് ഇവിടുന്ന് ആ കാസിൽ കാണാൻ നല്ല ഭംഗി. മുകളിലുള്ള കത്തീഡ്രൽ. നമ്മൾ ചാൾസ് ബ്രിഡ്ജിലോട്ട് കയറാൻ പോവാം. ആ സൈഡിലാണ്. അപ്പോൾ ഇപ്പോൾ സൂര്യനൊക്കെ വന്ന് സെറ്റായി. നല്ല ക്ലാരിറ്റി ഉണ്ട്. അവിടെ ചാൾസ് ബ്രിഡ്ജ്, പിന്നെ അങ്ങോട്ടേക്കുള്ള ആ കുന്ന്, ആ ചർച്ചിൻ്റെ താഴെ നമ്മൾ ഇന്നലെ പോയതാ. പിന്നെ മുകളിലെ കത്തീഡ്രലും കാസിലും. സെറ്റ് വ്യൂ. എന്തായാലും ഇപ്പോൾ ക്ലൈമറ്റ് ഏകദേശം നല്ല ക്ലൈമറ്റാണ്. നല്ല ക്ലാരിറ്റി ഉണ്ട് അങ്ങോട്ടേക്ക് കാണാൻ. പക്ഷെ ഇന്നലെ നമുക്കൊരു മൂടി ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷെ ഇന്ന് നല്ല വൃത്തിക്ക് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ചാൾസ് ബ്രിഡ്ജൊക്കെ നോക്കിയാൽ ഏതാ ക്ലിയർ നോക്കിയാൽ അടിപൊളി. ഇപ്പോൾ നല്ല ആകാശമൊക്കെ നല്ല ക്ലിയറായി. ആ കാസിലൊന്ന് സൂം ചെയ്ത് കൊടുത്താടാ. ആ കത്തീഡ്രലും അവിടെ അടിപൊളി. അവിടുന്ന് നമ്മൾ നടന്നിട്ട് ആ ചാൾസ് ബ്രിഡ്ജിൻ്റെ എൻട്രൻസിലെത്തി. ഇതൊന്ന് പകലൊന്ന് ഞാൻ കാണിച്ചു തരാം. അത് കയറിയിട്ട്. ഇന്നലെ നൈറ്റ് ഇവിടെ മഴയും ചീഞ്ഞ് നടന്നതാ. പക്ഷെ ഇപ്പം നല്ല ക്ലിയറായി. ചാൾസ് ബ്രിഡ്ജ് കയറിയപ്പോഴത്തേന് സെക്കൻഡ് നല്ല അടിപൊളി മ്യൂസിക്. ഭയങ്കര പണിയാണ് അത് പ്ലേ ചെയ്യാൻ. ചാൾസ് ബ്രിഡ്ജിലോട്ട് കയറി ഞങ്ങൾ. നല്ല തിരക്കുണ്ട്, നല്ല ആൾക്കാരും ഉണ്ട്. അമ്പോ, ഈ ബ്രിഡ്ജ് മാത്രമേ എത്ര ആൾക്കാരുള്ളൂ. പിന്നെ അങ്ങോട്ടേക്കുള്ള വ്യൂ ഇല്ലേ, ഒരു രക്ഷയില്ല. ഞാൻ നല്ല നൈറ്റത്തെ വ്യൂ ഞാൻ കാണിച്ചു തന്നാണ്. അപ്പോൾ അത് ഒരു രക്ഷയില്ല, പൊളി. ഇതൊക്കെ 1300-കളിൽ ഉണ്ടാക്കിയ ബ്രിഡ്ജാണ്. പിന്നെ ഈ സൈഡിലുള്ള സ്റ്റാച്ചു ഒക്കെ നല്ല രസമുണ്ട്. എല്ലാവരും എന്താ പറയുക, ഒരു 10 മീറ്റർ 20 മീറ്റർ ഗ്യാപ്പിൽ കുറേ സ്റ്റാച്യൂസ് ഇങ്ങനെ കാണാം. പിന്നെ സൈഡിൽ കുറേ പെയിൻറ്റിങ്സും എല്ലാം സെല് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു അണക്കെട്ട് പോലെ ഒരു സെറ്റപ്പ്. പിന്നെ ഇവിടെയാണ് മെയിൻ വ്യൂ. അത് ശരിക്കും നമ്മളൊരു അറബിക് സിനിമയിലെ കാണും പോലെ ഒരു മാർക്കറ്റിലോട്ടൊക്കെ എൻ്റർ ചെയ്യും, ഒരു പാലൊക്കെ കടന്ന്, അതേപോലെ ഒരു ഫീല്. പിന്നെ ഈ ബ്രിഡ്ജിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുന്നത്. ഞാനൊക്കെ ഇതൊക്കെ ഒരു 3-4 കൊല്ലം മുന്നേ ഇങ്ങനെ റീലിലൊക്കെ കാണുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഞാനിതാ ഈ ബ്രിഡ്ജിലുള്ള. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മൾ ഒരു സംഗതി വിചാരിച്ചാൽ അതൊക്കെ നടക്കും. നമ്മളിപ്പോൾ മുന്നേ വിചാരിച്ചതോ പിന്നെ അതിൻ്റെ മുന്നേ വിചാരിച്ചത് എന്തായാലും ഒരു സമയമാകുമ്പോഴൊക്കെ നടക്കും. അത്രേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് പരിശ്രമിക്കും. ഇതിപ്പോൾ നമ്മളൊക്കെ എന്താ പറയുക, ഒരുപാട് മുന്നേ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇവിടേക്ക് എത്തിപ്പെട്ടത്. ഞാനിപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കണേ. എന്തായാലും ഇതൊക്കെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരു ലൈഫിൽ നിന്ന് ഇങ്ങനെ ഞാൻ എൻ്റെ ഇതിലൊന്നും ഇങ്ങനെ പറയാം കേട്ടോ. എന്തായാലും അടിപൊളി. ഇനി ഇങ്ങനെ പോകാനൊക്കെ പറ്റട്ടെ ഇൻഷാ അല്ലാഹ്. ഇത്ര ആൾക്കാരെ അപ്പോൾ ഇതുവരെ കണ്ടില്ല അവിടെ ടൗണിലൊന്നും. ഈ ബ്രിഡ്ജില്ല സകല ആൾക്കാർ, ഫുൾ തിരക്ക്. പിന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞാൽ ഈ യൂറോപ്പിൽ വന്ന അടിച്ചുപൊളി മാത്രം നല്ല കേട്ടോ. ഒരു 4-5 മാസം എന്താ പറയുക കഷ്ടപ്പെട്ട് ഉറക്കമില്ലാണ്ട് പണിയെടുത്തിട്ടൊക്കെ ആയിരിക്കും ഈ ട്രിപ്പ് പോകുന്നത്. അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഒരു 4-5 മാസം ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുക്കുക, കുറച്ച് പൈസ മാറ്റി വെച്ച് ഒരു യാത്രയൊക്കെ പോവുക. അങ്ങനെയൊക്കെ തന്നെ നടക്കുള്ളൂ. ഇതിപ്പോൾ പലരും ഇങ്ങനെ വിചാരിക്കും നമ്മളൊക്കെ ഏതാ ലൈഫ് സെറ്റ് ട്രിപ്പ് അങ്ങനെ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേങ്കിൽ ഇതിൻ്റെ ബാക്കിലൊക്കെ കുറേ സ്ട്രഗിളിങ്ങും അതൊക്കെ ഉണ്ട്. അതൊന്നും ആരും കാണായിട്ട് നമ്മളെവിടെയും പറയായിട്ടുമാണ്. എല്ലാവരും നമ്മൾ ട്രിപ്പ് പോകുന്നതും നല്ല ഫുഡ് കഴിക്കുന്നത് നല്ല ഡ്രസ്സ് ഇടുന്നത് അത് മാത്രമല്ലേ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്, അത് മാത്രമേ കാണുന്നുള്ളൂ. നമ്മളെ ബാക്കിലുള്ള കുറേ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാത്തിനും അപ്പുറം എന്താ പറയുക, ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടാവും. അങ്ങനെ അല്ല, ഒരു ഇറക്കം ഉണ്ടെങ്കിൽ ഒരു കയറ്റം ഉണ്ടാവും. എല്ലാവരും സ്വപ്നം കാണുക, അതിനു വേണ്ടി നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക, എല്ലാം നടക്കും. അത്രേ ഉള്ളൂ.
ഏതാ പുള്ളിക്കാരൻ ആ സ്പോട്ടിൽ ആ ഫാമിലീൻ്റെ ഫോട്ടോ വരച്ചു കൊടുക്കുക. ഒരു കാർട്ടൂൺ ടൈപ്പായിട്ട് നമ്മൾ നടന്ന് ആ ചാൾസ് ബ്രിഡ്ജിൻ്റെ ഈ അറ്റത്തെത്തി. എവിടെയാണ് രസം, ഐ മീൻ ഓൾഡ് ടൗണും ഇതൊക്കെ ആയിട്ട് ആ ഗേറ്റും ആ ചർച്ചും ബേക്കിലുള്ള ഒക്കെ സെറ്റാണ്. നേരത്തെ പോകുമ്പോൾ അത് വരച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം അക്കരെ പോയി വന്നപ്പോഴത്തേന് ഏകദേശം കംപ്ലീറ്റ് ആയി. അതുകൊണ്ട് ഹെലികോപ്റ്റർ ഓടും. ഇപ്പം നല്ല കിടുന്ന ക്ലൈമറ്റ് ആയിട്ടോ, നല്ല വെയിൽ. നമ്മളാ ബ്രിഡ്ജിൽ നിന്ന് നേരെ ഓൾഡ് ടൗണിലേക്ക് ഇറങ്ങിയാണ്. പിന്നെ അതിനിപ്പോൾ അടുത്ത നേരെ മറ്റേ ആസ്ട്രോണമിക്കൽ ക്ലോക്ക് ഇല്ലേ, അവിടേക്കാണ് പോകുന്നത്. 12 മണിക്ക് അതിൻ്റെ ജസ്റ്റ് ഒരു ഷോ ഉണ്ടാവും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോകണം. ഇവിടേക്ക് എന്താണ് ഇന്നലത്തെങ്ങോട്ടും ആൾക്കാരുണ്ടെന്ന് സീൻ്റെ. ഇന്ന് തന്നെ ക്ലൈമറ്റ് നല്ലതായതുകൊണ്ടായെന്ന് തോന്നുന്നു ഇത്ര ആൾക്കാർ. നമ്മളങ്ങനെ ആസ്ട്രോണമിക്കൽ ക്ലോക്കിൻ്റെ അടുത്ത് എത്തി. ഇവിടുത്തെ ആൾക്കാരെ കണ്ട് ഞാൻ തന്നെ ഞെട്ടി. ഞാൻ കാണിച്ചു തരാം. ഒരു ലോഡ് ആൾക്കാരിതാ. ഇതാണ് ആ ക്ലോക്ക്. ഇതിപ്പോൾ ഏകദേശം 10 മിനിറ്റ് കൊണ്ട് പരിപാടി തുടങ്ങും. ആൾക്കാരെ കണ്ടില്ല ഇതിൻ്റെ ഫ്രണ്ടിലത്തെ. എന്തായാലും ജനസാഗരം ഈ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട്. എന്തായാലും ഞാനിതുവരെ വീഡിയോ മാത്രമേ കണ്ടുള്ളൂ, നേരിട്ട് കാണാൻ പോവാണ്. ഐ എം റിയലി എക്സൈറ്റഡ്. ഒരു വൈഡ് ആംഗിളുള്ള വ്യൂ ആയത്. ഇത്ര ആൾക്കാരുണ്ട്. ഇനി 10 മിനിറ്റ് കൂടെ ഉണ്ട്. 10 മിനിറ്റ് കൊണ്ട് ഇനിയും ആൾക്കാർ നിറയും. അപ്പോൾ ഏകദേശം ഈ സ്ക്വയർ ഫുള്ളാവും. ഇവിടെയൊക്കെ ഫുൾ ആൾക്കാരായി. എൻ്റെ പൊന്നോ, ഇതൊരു സംഭവം തന്നെ. ഇത്ര ആൾക്കാർ വന്നില്ലേ. ഇതാണ് ആ ക്ലോക്ക്. ഇതാ മുകളിൽ ഓട്ടയിൽ കൂടെയൊക്കെ എന്തൊക്കെ വരും. നമുക്ക് നോക്കാം. ഏകദേശം 12 മണി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സ്റ്റാർട്ട് ചെയ്യും. അതിലുള്ള സമയമൊക്കെ മനസ്സിലാക്കണേ കുറച്ച് പണിയാണ്. അത് ആസ്ട്രോണോമിക്കൽ ക്ലോക്കറ്റാ സ്റ്റാർട്ട് ചെയ്ത് 12 മണിയായി. ഞാൻ ഫുള്ള് കാണിച്ചു തരാം. നിങ്ങളെന്തായാലും കാണും. അവിടുന്ന് ആണ് ഞാൻ മണി അടിക്കണേ. ഒരു സ്കെലിട്ടൻ പോലെയുള്ള മുകളിൽ നിന്ന് ഇങ്ങനെ കറങ്ങി കളിക്കുന്നുണ്ട്. എല്ലാവരും മൊബൈൽ ഫോണ് എന്താ. കഴിഞ്ഞ് അത്രേ ഉള്ളൂ. എന്താ 30 സെക്കൻഡ് എങ്ങനെ ഉള്ളു. അതിനാണ് ഇത്ര ആൾക്കാർ. എന്തായാലും ഇവിടെ വന്നത് കാണാനായല്ലോ. എനിക്കൊന്ന് ഓരോ മണിക്കൂറിലും ഉണ്ടെന്ന് തോന്നണേ. ഇതിപ്പോൾ ആ മണി അടിക്കുന്ന 12 എണ്ണം അടിക്കും. 12 മണി ആയാൽ ആ ഓരോ മണിക്കൂറിനനുസരിച്ചാണ് ആ മണി. അതിനിപ്പോൾ ഈ പരിപാടിയും കഴിഞ്ഞ് ഓൾമോസ്റ്റ് മൊത്തം കണ്ട് കവർ ചെയ്ത്. ഇനി 5 മണിക്കുള്ള പടത്തിന് പോകണം. അത് കഴിഞ്ഞിട്ട് നൈറ്റ് വ്യൂ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നേരെ ജർമ്മനിക്ക്. അങ്ങനെ ആ ജർമ്മനിയിലോട്ട് ഇന്ന് നൈറ്റ് ബസ് കയറി പോകും. ഇനി ബാക്കി കുറച്ച് ദിവസങ്ങൾ ഞാൻ ജർമ്മനിയിലായിരിക്കും ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ. പിന്നെ പ്രാഗിൽ പിന്നെ അങ്ങനെ ഫ്രണ്ട്സായിട്ട് 1-2 പേരേ ഉള്ളായിരുന്നു. പിന്നെ അവരൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. പിന്നെന്താണ്, അങ്ങനെ ഇന്ന് രാത്രി ബസ്സിന് ജർമ്മനിക്ക് പോകും. ഇനിയിപ്പോൾ ഒരു ഫിലിമും കൂടി ഇനി ഇവിടെ ബാക്കിയുള്ള ഓൾമോസ്റ്റ് കണ്ട്. ഇനിയിപ്പോൾ 2-3 മ്യൂസിയം കൂടി ഉണ്ട്. അവിടെ ഞാൻ പോകാൻ പറ്റുമോ നോക്കട്ടെ. ഈ സ്ക്വയറിലൂടെ ഇങ്ങനെ നടന്നപ്പോഴാണ് വേറൊരു കാഴ്ച ഉണ്ടതാ, കുതിര സഫാരി. അപ്പാപ്പനൊക്കെ കോസ്റ്റ്യൂം ഉണ്ടല്ലേ, സീന്. കുതിര ആണെങ്കിൽ നല്ല സൈസും ഉണ്ട്. മറ്റേ വിൻ്റർ കുതിര എന്ന് തോന്നുന്നത്. നല്ല രോമൊക്കെ ആയിട്ട് പഴയ ഓൾഡ് വണ്ടിയൊക്കെ. കുറേ വണ്ടികളുണ്ട്. എന്താ അവിടെ വേറൊരു ബുള്ളത പോണ. രാവിലെ കണ്ട വണ്ടിയാന്ന് തോന്നുന്നു. ഓ മെക്ലാരൻ. അത് പൊളിച്ച്. അപ്പോൾ നല്ല പോസിങ്ങിലവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതൊക്കെ ടൂർ ഗൈഡ്സ് വരെ ഒന്ന് പറഞ്ഞു കൊടുക്കാം ഓരോരുത്തർക്ക്. ഇവിടെ ഇത് എല്ലാ ടീമിൻ്റെ കൂടെ ഒരു ടൂർ ഗൈഡ് ഉണ്ടാവും.
നമ്മൾ സ്വയം കണ്ടെത്താം. ഇതാണ് ഇവിടുത്തെ അത്യാവശ്യം ബോഷ് ഏരിയ. ഫുൾ ബ്രാൻഡഡ് ഡിയോർ, അതേപോലെ ഗുച്ചിൻ്റെ ഒക്കെ ബ്രാൻഡ്. പിന്നെ അതാ കാറുകളായാലും ഒരു രക്ഷയില്ല. മെയ്ബാക്കൊക്കെ പൊളി ഏരിയ. ഇതൊക്കെയാണ് ശരിയായ റിച്ച് ഏരിയ. BM, Porsche, Benz, അതിൻ്റെ ഇടയ്ക്കൂടെ കാണാത്തൊരു മുതൽ റോൾസ് റോയ്സ്. ഭയങ്കര റയർ വണ്ടിയല്ലേ. പോലീസുകാരൊരു പരേഡ്. പോലീസുകാർ മുന്നിലും പിന്നെ ബാക്കിൽ. ഇതെന്തോ റൈഡാണ്. ഏതൊക്കെയോ വണ്ടികളുണ്ട്. ഇതൊക്കെ ഏത് വണ്ടി? പുറത്തോട്ടുണ്ട്, പക്ഷെ അധികം അപ്രൂവൽ കൊടുക്കില്ല. ഇപ്പോഴും വീടുണ്ടാക്കുകയാണെങ്കിൽ ഇത്ര ശതമാനം അതിൽ ഗാർഡൻ വേണം. അങ്ങനെ ഞങ്ങൾ ആ ക്ലോക്കിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഒരു മൊണസ്ട്രിയിലോട്ട് വന്നതാണ്. ഇത് കുറച്ച് ഔട്ടറായിട്ടുള്ളതാണ്. നമ്മളൊരു ഫ്രണ്ട് ഇവിടെ ഉണ്ടായതുകൊണ്ട് പുള്ളിക്കാരനെ കാറിൽ ഇവിടെ ആക്കി തന്നു. അവർ പാർക്ക് ചെയ്യാൻ പോയതാണ്. നോക്കട്ടെ, ചിലപ്പോൾ വരും. ഇതാണ് ആ മൊണസ്ട്രി. ഉള്ളിലൊക്കെ അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. നോക്കട്ടെ, സെറ്റാണ് കേട്ടോ കാണാനൊക്കെ. ആർക്കിടെക്ചർ ഇത് സംഭവം വിൻറ്റേജ് സെറ്റപ്പ് ഇട്ടാ. ഇങ്ങോട്ടൊക്കെ ഏകദേശം ഇതിൻ്റെ ഉള്ളിലൊക്കെ ഏതാ രസം. ഒരു രക്ഷയില്ല, അടിപൊളി. ഭയങ്കര ഭംഗി. ഏകദേശം 9 യൂറോ കേട്ടോ ഇങ്ങോട്ട് ടിക്കറ്റ്. അതുകൊണ്ട് നോക്കുമ്പോൾ വുഡിൻ്റെ ഇതും പിന്നെ കുറേ ബുക്സൊക്കെയാണ്. പിന്നെ മുകളിൽ കുറേ പെയിൻറ്റിങ്ങും. പിന്നെ ഇത് കുറേ ഷെൽസാണ്. ഷെൽസ്, പവയപ്പുറ്റ്, പിന്നെ ബട്ടർഫ്ലൈസ്. ഇതൊക്കെ ഒറിജിനലാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളോട്ട് ഇങ്ങനെ ഇതൊരു മെറ്റലിൻ്റെ ഷിപ്പ്, പിന്നെ ക്യാപ്പ്, വാള്, എന്തൊക്കെ ഉണ്ട്. പിന്നെ പീരങ്കിൻ്റെ ഉണ്ട് കഥ. ഭയങ്കര രസം. ഇതിൻ്റെ ഉള്ളിൽ ആംബിയൻസ് ഒക്കെ അടിപൊളി. ഇതും അതേപോലെ വേറൊരു ഗാലറി. കുറേ ബുക്സും പിന്നെ പെയിൻറ്റിങ്സൊക്കെ ആയിട്ട് അടിപൊളി. ഒരു രക്ഷയില്ല. ഇത് മറ്റേ ഓരോ പിന്നെ കാലഘട്ടത്തിലുള്ള ഗോളാണ്. നമ്മളെ ഗ്ലോബ്, ഗലീലിൻ്റെ ഇതൊക്കെയാണ് കാണുന്നത്. ഇതൊക്കെ ശരിക്കും കോംപ്ലിക്കേറ്റഡാണ്. നല്ല രസം ഇങ്ങനെ കാണാൻ. ഇതൊക്കെയാണ്. ഇതിലിതാ പാമ്പ്, മുതല, കുറേ ആമകൾ, വലിയ രാമ, ക്രാബ്, കുറേ ഇതിൻ്റെ ചെമ്മീൻ, എന്തൊക്കെയോ ഉണ്ട്. ഇതെന്താണത്? ഇതൊക്കെ ഒറിജിനൽ സംഭവം കേട്ടോ. അതേപോലെ വെയിൽ ഷാർക്കൊക്കെ വെയിൽ ഷാർക്ക്, നീരാളി, ഷാർക്ക്, കുറേ ഐറ്റംസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ സ്കിന്നാണ് കേട്ടോ ഒറിജിനൽ. ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ ഈ കോട്ടനും ഈ പുല്ലൊക്കെ വെച്ചിട്ടാണ്. ഇതൊക്കെ ഓരോ സ്പൈസസ് ആണ്. പിന്നെ ഇതൊക്കെ ഈ ബോക്സിൽ കണ്ടില്ലേ, എന്തൊക്കെയാണാവോ. ഈ വേൾഡ് മാപ്പിൽ നമ്മളെ ഇന്ത്യ ഉണ്ട്. അതിൽ കാലിക്കറ്റ് ഏതാണ്? പ്രാഗിൽ ഒരു മ്യൂസിയത്തിലുള്ള ഗ്ലോബിലാണ് വേൾഡ് മാപ്പിൽ നമ്മളെ കാലിക്കറ്റ്. ഗൈസ്, ഐ ആം പ്രൗഡ്. ഇതൊക്കെ ഇവിടുത്തെ ഒരു ബുക്കുകളാണെന്ന് തോന്നുന്നു. പക്ഷെ പണ്ടത്തെ എഴുത്താണ്. കൊല്ലങ്ങൾ വഴക്കുണ്ടാവും. എന്തായാലും ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ പോലെ. എന്തായാലും മസ്റ്റ് വിസിറ്റ്. അടിപൊളിയാണ് കാണാനൊക്കെ. ഇൻറ്റീരിയറും കാര്യം കുറേ ഹിസ്റ്ററി ഉണ്ട്. ഇത് മൊണസ്ട്രീൻ്റെ സൈഡിലുള്ളൊരു ചർച്ചാണ്. ഏതോ ഇൻറ്റീരിയറൊക്കെ എന്നറിയാം. അടിപൊളി. കൂടുതൽ സൗണ്ട് എടുക്കാൻ പറ്റൂല, അതാണ്. ഇൻറ്റീരിയറൊന്നും ഒരു രക്ഷയില്ല. എന്താ ഈ ചർച്ചിൻ്റെ ഇൻറ്റീരിയറും അടിപൊളി. പുറമെ കാണുമ്പോൾ അല്ല, ഉള്ളാണ് സെറ്റ്. അതായത് ഇവിടുത്തെ ഒരു കോമ്പൗണ്ടായി സ്ട്രാഹോ മൊണസ്ട്രീൻ്റെ. ഇതിൻ്റെ ഉള്ളിലാണ് ആ ഗംഭീര സാധനമുള്ളത്. ഞാൻ ഫസ്റ്റ് കാണിച്ചില്ലേ. ഓ നൈസ്.
നല്ല ആംബിയൻസ് ഉണ്ട് അവിടെ. നല്ല മഴ പെയ്തിപ്പം കഴിഞ്ഞ്. ഇതാ ഇപ്പം മഴ പെയ്ത് സൂര്യനും വന്നതാ, സാധനം വന്നതാ മഴവില്ല്. ഇതാ ഇവിടെ ഒരു പാർക്കിൽ കറങ്ങാൻ വന്നപ്പോൾ അവിടെ കുറേ മയിലുകൾ. ഇത് തിന്നാൻ കൊടുക്കാൻ ഒന്നും എടുത്തില്ല. ഇതാ അവിടെ ഇതാ. ഓ ഭയങ്കര ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു. തിന്നാൻ ഒന്നും എടുത്തില്ല മക്കളെ, സോറി. ആ മനാഫ് കുറച്ച് സീഡ് തള്ളനോട് ചോദിച്ചു വാങ്ങി കൊടുത്ത്. മനാഫ കൈക്ക് കൊത്തേ വേദന ഉണ്ടാവോ? എന്താ ഇവിടെ ഇക്കതാ കുറേ എണ്ണം. എടാ അപമാനിച്ചു വിട്ടടാ. എടാ എന്നെ ഇഷ്ടപ്പെട്ടില്ലടാ. ആഹാ ആർക്കും വേണ്ട മക്കളെ, മഴ ആയിട്ടാന്ന് തോന്നുന്നു. ഇത് വായിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതാ അവിടെ. എന്താ തിന്നാത്തെ? എന്തായാലും എനിക്ക് വിഷമായി. എൻ്റെ ഒന്നും വാങ്ങി തിന്നില്ല, വയറ് നിറഞ്ഞിട്ടാന്ന് തോന്നണം. അതാ ഈ സൈഡ് നല്ല മഴയും അവിടെ നല്ല വെയിലും റെയിൻബോയും ഉണ്ട്. നമ്മളിന്ന് രാവിലെ വന്നത് അവിടെയായിരുന്നു. ഇത് ഞാൻ ഇക്കരെ വന്നിട്ട് അങ്ങോട്ടേക്ക് വീഡിയോ എടുക്കുന്നു. പിന്നെ ഇവിടെ കുറേ താറാവുകൾ അരയനൊക്കെ ഉണ്ട്. ഇതാ അങ്ങനെ ഫീഡ് ചെയ്യിക്കുകയാണ് ഈറ്റിങ്ങളെ. വേണ്ട ഗൂസൊക്കെ ഉണ്ട് അവിടെ. പിന്നെന്താ അവിടെ എന്തോ ഹെലികോപ്റ്റർ കുറേ നേരമായി സ്റ്റില്ലായിട്ട് നിന്ന് കറങ്ങുന്ന അവിടെ. അത് ഭയങ്കര കളറ് കേട്ടോ. സൂര്യനും എന്തൊക്കെ ഒരു കാലാവസ്ഥ. ഇതിൻ്റെ ആർക്ക് ഉണ്ടല്ലോ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ഇവിടം മുതൽ ഇവിടം വരെ. അപ്പോൾ അതാ പിന്നെ നല്ല അടിപൊളി ക്ലൈമറ്റായി. മഴവില്ല ഇങ്ങനെ മാഞ്ഞ് മാഞ്ഞ് പോകുന്നു. ഇതിൻ്റെ ഈ ഫ്രണ്ടിലുള്ള എന്തോ ഹോട്ടൽ, എങ്ങനെ റോയൽ ഹോട്ടൽ ഇതിന്റെ മുന്നിലോ? ആ മ്യൂസിയം ഉണ്ട്, കുറേ കാര്യങ്ങൾ കൂട്ടിയിട്ടുള്ള ഒരു ഏരിയ. മച്ചാ മ്യൂസിയം അങ്ങനെ ഹിസ്റ്റോറിക്കലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ചെക്കും സ്ലോവാക്കിയും പിന്നെ രണ്ടായത് പ്രഖ്യാപിച്ചതാവും അതിൻ്റെ ബാൽക്കണിന്നാണ്. ഓ ഇതാണ് നാഷണൽ ബാങ്ക് ഇതില്ലേ. എന്തായാലും നല്ല സ്ഥലം കേട്ടോ. അപ്പോൾ നല്ല ലൈറ്റും വന്ന് സെറ്റായി. ഇതിവിടെ പ്രാഗത്തെ വലിയൊരു ഫേമസ് മ്യൂസിയമാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കയറാൻ പറ്റിയില്ല. എന്തായാലും ഒരു പാലസ് ലുക്കൊക്കെ ഉണ്ട്, അടിപൊളി. അതിന് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേണ്ടേ, അവിടെ നിൽക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ കഫ്കൻ്റെ ആ ഫിലിമിന് വന്നാണ്. 5 മണിയായി. അപ്പോൾ ആ ഫിലിം കണ്ടിട്ട് കഴിഞ്ഞിട്ട് എനിക്ക് കാണാം. പിന്നെ ഞങ്ങൾ അതിന് ശേഷം കുറേ കറങ്ങിപ്പോൾ കേട്ടോ. ഇനിയിപ്പോൾ പടം കഴിഞ്ഞിട്ട് കാണാം. പടം കണ്ട് കഴിഞ്ഞു ഗൈസ്. ഏതാ തിയേറ്റർ എന്നറിയാമോ? അവിടെയൊക്കെ സീറ്റിംഗ് ഉണ്ട്. ഒരു ഹൊറർ ഫീല്, വീടിലും തിയേറ്റർ. റിയലി ലൈക്ക് ഇറ്റ്. കഫ്കൻ്റെ ഒരു സ്റ്റോറി തന്നെയായിരുന്നു. അവിടെ കർട്ടൻ അടിഞ്ഞു ഗൈസ്. ഇതാണ് ഇവിടുത്തെ ഒരു തിയേറ്റർ. താഴ്ഭാഗമുണ്ട്. ഞങ്ങൾ പ്രീമിയം ക്ലാസ് ബുക്ക് ചെയ്ത് അല്ലേ മനാഫെ? എന്നാലും ഒരു കിടില ആംബിയൻസ് ഇട്ടാ. ഞങ്ങൾ തിയേറ്ററിൻ്റെ പേര് ഇതായത് കീനോ ലുസർണ. അതിൻ്റെ ഒരു ഇൻറ്റീരിയർ കാണിച്ചതാ. അവിടെ കുതിരനെ മലർത്തി കൊന്ന് ഇവിടെ കെട്ടി തൂക്കിയിട്ടത്. അവിടെ കഫേ ഉണ്ട്, സെറ്റപ്പ് തന്നെ. അതാണ് ഇവിടുത്തെ തിയേറ്റർ. അങ്ങനെ ഞങ്ങളെ പ്രാഗത്തെ 2ാമത്തെ ദിവസം ഇതാ കഴിയാനായി. ഏകദേശം രാത്രിയായി. അങ്ങനെ ഇന്നും എന്തായാലും അടിപൊളിയായിരുന്നു. കാരണം ഇന്നലെ കാണാൻ പറ്റാത്തടത്തൊക്കെ ഇന്ന് പോയി കണ്ട്. പിന്നെ ഇന്നലെ രാത്രി പോയടത്തൊക്കെ ഇന്ന് പകലും പോയി, മൊത്തം കണ്ട്. പിന്നെ ഈവനിങ് എൻ്റെ ഒരു പിന്നെ നാട്ടിലുള്ള അറിയുന്ന ഒരാളുണ്ടായിരുന്നു. മൂപ്പര കാറിൽ കുറച്ച് ഔട്ടറൊക്കെ പോയി. ഞാൻ പറഞ്ഞില്ല, ആ മൊണസ്ട്രി ഒക്കെ മൂപ്പര കാറിലാണ് പോയി കണ്ടേ. അതെന്തായാലും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്
കാണാൻ പറ്റി. പിന്നെ കുറച്ച് കാറിൽ കൂടെ ഓൾഡ് ടൗണിൽ കൂടെയൊക്കെ പോയി, അതും വേറെ തന്നെ ഒരു വൈബായിരുന്നു. അങ്ങനെ പിന്നെ ആ കഫ്കൻ്റെ ആ പടം, കഫ്ക എന്ന് പറയുന്നത് ഇവിടെ ജനിച്ച് വളർന്നൊരു റൈറ്ററാണ്. മൂപ്പരെ ഹെഡാണ് ഞാൻ രാവിലെ കാണിച്ചു തന്നെ, ആ റൊട്ടേറ്റ് ചെയ്യുന്ന ഹെഡ്. പിന്നെ അപ്പോൾ മൂപ്പരെ പടം ഇന്ന് ഇവിടുന്ന് കാണാൻ പറ്റി. ആ ഫിലിമിലും ഉണ്ട് കുറേ പ്രാഗത്തെ സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്ത്, അപ്പോൾ അതും ഇവിടുന്ന് കാണാൻ പറ്റി. അത് കഴിഞ്ഞ് ഇറങ്ങി ഇപ്പോൾ റൂമിലോട്ട് പോകുന്ന വഴിയാണ്. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഇന്ന് രാത്രി മ്യൂണിക്കിലോട്ട് പോകും പുലർച്ചെ. പിന്നെ ഇനി വ്ളോഗൊക്കെ ഇനി ജർമ്മനിത്തെ വ്ളോഗായിരിക്കും. അപ്പോൾ അടുത്ത ഏതെങ്കിലും ഇതേപോലത്തെ ട്രാവൽ വ്ളോഗിൽ നമുക്ക് കാണാം. പിന്നെ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.